കോഴിക്കോട് ഷാദുലി പള്ളിയാണ്. അതായത് പിന്നെ അവിടെ മുജാഹിദ് പള്ളിയുടെ മുറ്റത്തൊരു ചാറുണ്ട്. സ്ഥലം കൃത്യമായി പറഞ്ഞ അപ്പവാണിപ്പ് നേർച്ച അടക്കട പള്ളിയിലെ അതിന്റെ തൊട്ടപ്പുറം. അതായത് കൈ വേദനയുള്ളവൻ കയ്യപ്പം, കാല് വേദനയുള്ളവൻ കാലപ്പം, മൂക്ക് വേദനയുള്ള മൂക്കപ്പം, കണ്ണ് വേദനയുള്ളവൻ കണ്ണപ്പം. നമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ പഠിച്ചവൻ എയ്ഡ്സ് രോഗിയൊന്നും അവിടെ വരാതിരിക്കട്ടെ. കാരണം അവൻ ഉണ്ടാക്കി കൊടുക്കണം അപ്പം കാണാനുള്ള ഗഡുസൊന്നും നമുക്കില്ല. അപ്പൊ അവിടെ ഇതിന്റെ തൊട്ടപ്പുറത്ത് ഈ ഷാദുലി പള്ളിയുടെ മുറ്റത്തൊരു ചാറുണ്ടായിരുന്നു. അവിടെയുള്ള ആളുകൾ സ്വാഭാവികമായും മുജാഹിദായി മാറിയപ്പോ പള്ളി മുജാഹിദുകളുടെ അണ്ടറിൽ വന്നു. അപ്പൊ ചില ആളുകൾ കേസ് കൊടുത്ത പള്ളി സമസ്തക്കാരുടെ അവർക്ക് വേണം. അവസാനം കോടതി നമ്മുടെ അയോധ്യ ഭൂമിക്ക് വിധി കൽപ്പിച്ച പോലെ ഒരു ഓഹരി ഒപ്പ് നടത്തി ജാറ മുജാഹിദുകൾക്കും പള്ളി സമസ്തക്കാർക്കും. അപ്പൊ സ്വാഭാവികമായും ഒരു കോംപ്രമൈസിന് വന്നു. എങ്ങനെ പള്ളി നിങ്ങൾക്ക് തരാ, ജാറ ഞങ്ങൾക്ക് തന്നാ മതി. അതാണ് മുജാഹിദ് പള്ളിക്ക് മുറ്റത്ത് ജാറുള്ള പള്ളി. അവിടെ ഇന്നും മതിൽ കെട്ടിയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ പറയാനുള്ള കാരണം, ഈ റമദാനിന്റെ അവസാനത്തെ 10 ഷാദുലി പള്ളി പോയാലേ അവിടെ നടക്കുന്നൊരു വിഷയം, രാത്രി ഒരു 11 മണി മുതൽ അല്ലെങ്കിൽ 11:30 മുതൽ 1 മണി വരെ അവിടെ ദിവസവും പ്രസംഗം നടക്കുന്നുണ്ട്. 2 ഫ്ലോർ നിറഞ്ഞു കവിയ ആളുകൾ, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് വരുന്ന ആളുകൾ. അത് കഴിഞ്ഞാൽ അവിടെ ഒരു 1:30 മുതൽ പിന്നെ 3:30 വരെ നീണ്ടു നിൽക്കുന്ന ഖിയാമുൽ ലൈലുണ്ട്. അത് കഴിഞ്ഞ ആളുകൾ അത്താഴം കഴിക്കലും പിന്നെ അതുപോലെ ഖുർആൻ ഓതലായിട്ട് അങ്ങനെ തിരിയും. മതിലിന്റെ അപ്പുറത്ത് ഓരോ ബസ് വരും, ഇറങ്ങാ പോവാ സിയാറത്ത് ടൂറ്. ഇതിൽ ആരാണ് റസൂൽ തന്റെ സുന്നത്തിലുള്ള ആളുകൾ? ഇത് മനസ്സിലാക്കാനാ അല്ലേ? അപ്പൊ അവസാനത്തെ 10 അല്ലാഹുവിന്റെ റസൂല് പള്ളിയിൽ ഇരിക്കാറുണ്ടായിരുന്നു. ആ സുന്നത്തെ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു വിഷയം എന്താ, റമദാനിന്റെ 17മായി ബന്ധപ്പെട്ടുകൊണ്ടിതാ ബദറിന്റെ സന്ദേശമായി നമ്മൾ പ്രഭാഷണം നടത്തുമ്പോ ആ ബദരീങ്ങളുടെ ആണ്ടിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ന് നടക്കുന്ന അനാചാരമുണ്ടല്ലോ. ബദരീങ്ങളുടെ ആണ്ടിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോ ബദർ മൗലിദിന്റെ പാരായണങ്ങളായി അതിന്റെ സ്വീകരണ വിതരണങ്ങളായി റമദാനിനെ ആഘോഷിക്കുമ്പോ ഈ വിധ അനാചാരങ്ങളിലേക്ക് പങ്കുകൊള്ളാതെ അതിനോട് ശക്തമായ എതിര് തന്നെ നിൽക്കാ. കാരണം എന്താണെന്നറിയുക, ബദറിന്റെ രണഭൂമിയിൽ അടരാടിയ സഹാബത്തിന്റെ ആദർശമുണ്ടല്ലോ, അവരുടെ നേതാവാകുന്ന പ്രവാചകന്റെ ആദർശമുണ്ടല്ലോ. അതിനെ നെഞ്ചിലേറ്റാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കാരണം എന്താണെന്നറിയോ, ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ റമദാൻ 17 എറണാകുളം അങ്ങ് വിട്ട് ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെ റമദാനിൽ നമ്മളായിട്ട് കടന്ന ഖുർആൻ പറഞ്ഞില്ല, ഷഹ്റു റമദാനിലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. നമ്മൾ വിചാരിക്കുക അവിടെ ആയത്ത് വേറെ അവതരിച്ചിട്ടുണ്ടോ? ഷഹ്റു റമദാനിലദീ ഉൻസില ഫീഹി സബീന, റമദാൻ മാസമാണ് മൗലിദ് കിതാബ് അവതീർണമായത്. കാരണം മഗ്‌രിബ് നിസ്കരിക്കാടല്ല തുടങ്ങും മങ്കൂസ് മൗലിദ്. പിന്നെ മൗലിദിന്റെ ഒരു വലിയൊരു പ്രഹരം അവിടെ അല്ല. ഈ വെറും മൗലിദായിട്ട് പോകുന്ന ആളുകള്, പ്രത്യേകിച്ച് റമദാൻ 17 നമ്മുടെ ആളുകളൊക്കെ സാധാരണ കുട്ടികൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഈ നെയ്ച്ചോറും അതുപോലെ ബീഫൊക്കെയാണ് ചീരണി എന്ന് പറഞ്ഞ് ഉണ്ടാക്കി കൊടുക്കുക. നോമ്പ് 17 കുട്ടികൾക്ക് നോമ്പുണ്ടായിരിക്കും. ഇത് ബക്കറ്റിൽ ചോറും കറിയും കൊണ്ടുവന്ന് വഴിയെത്തി ഒന്ന് നിർത്തി ഒരു പിടി വാരി വായിട്ട് വീണ്ടും കുറച്ച് ദൂരം നടന്ന് പിന്നെ ഒന്ന് നിലത്ത് വെച്ച് പിന്നെ ഒരു പിടി വാരി വായിട്ട് കുട്ടികളുടെ നോമ്പ് ഇല്ലാതാക്കി അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. ഈ ഒരു അനാചാരം നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ ഇതിൽ ഏറ്റവും വലിയ മാരകമായ വിപത്ത് എന്താന്ന് വെച്ചാൽ ആ ബദരീങ്ങളോടുള്ള തേട്ടം തന്നെയാണല്ലോ. ആ ബദരീങ്ങളോടുള്ള തേട്ടാൻ ഇത് എല്ലാവർക്കും അറിയാവുന്ന വിഷയം. കഴിഞ്ഞ പ്രാവശ്യം ഇൻഷാ അല്ലാഹ് ആ റമദാൻ 17 തന്നെ നമ്മൾ ആ വിഷയത്തിൽ ഒരു പ്രസംഗം നടത്തിയിരുന്നു. പിന്നെ പ്രിയപ്പെട്ട ബദരീങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവിടെ കാരണം ആ ദിവസങ്ങളിൽ നടത്തുന്ന അനാചാരങ്ങളാ. ബദരീങ്ങളോട് തേടുന്ന ആദിയുണ്ടോ വ്യാധിയുണ്ടോ ദുഃഖമുണ്ടോ വിഷമമുണ്ടോ വിളിച്ചോ ബദർ ശുഹദാക്കളെ എന്ന് ബദർ ശുഹദാക്കളോട് തേടുന്ന ആളുകളുണ്ടെങ്കിൽ എന്നും കൊടുമ നികന്തരോ ദീനത്ത് ഇന്ത സഹാബികോ പെരിനെ ഓതോഗ് കുറിമൊടിയും മോനമ്പല്ലാ തന്നീന്ന് കുട്ടി പിറക്കാലിന്നില്ല ശക്കന്നവർ. അതാ പ്രസവത്തിന്റെ വേദന അടുക്കുമ്പോ ബദരീങ്ങളുടെ പേര് വിളിച്ച് കഴിയും മുമ്പേ കുട്ടി പുറത്തു വരുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ബദരീങ്ങളോട് തേടുന്ന ആളുകളുണ്ടെങ്കിലോ എന്താണ് റമദാനിന്റെ ഇതാ ബദറിന്റെ സന്ദേശം കേൾക്കുമ്പോ ആ ബദരീങ്ങളുടെ പാത എന്താണെന്നറിയോ? എങ്ങനെയാണ് ബദരീങ്ങൾ ഇതാ യസ്രിബിലേക്ക് എത്തുന്നത് മുതലോ അറിയോ നിങ്ങൾക്ക്? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഘോഷണമാണ് കാണുന്നത് എങ്കിൽ മക്കയിൽ കൊടിയ വർധനങ്ങൾ സഹിക്കാൻ കഴിയാതെ വന്നപ്പോ അല്ലാഹു പറഞ്ഞില്ല, നബിയേ
നിങ്ങൾക്കിനി യസ്രിബാണ് നല്ലത് നബിയേ, നിങ്ങൾക്കിനി മദീനയാണ് നല്ലത് നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകനും സഹാബത്തും ഹിജ്റ പോകുമ്പോ അവിടെയും നിൽക്കാൻ കഴിയാതെ വരുന്നു. എന്തിനാ? ആദർശത്തിന്റെ പേരിലുള്ള പ്രശ്നമാണെങ്കിലോ, അതിന്റെ പേരിൽ നടന്ന സംഘടനമാണ് ബദറിയുന്നുണ്ടെങ്കിലോ, ആ ബദറിന്റെ ആദർശമുണ്ടല്ലോ, ആ ബദരീങ്ങളുടെ ആദർശമുണ്ടല്ലോ, ആയുധ സാമഗ്രികളില്ലാതെ ഈമാൻ കൈമുതലാക്കി ബദറിന്റെ രണഭൂമിയിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഞങ്ങൾക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അല്ലാഹു മതി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സഹാബാക്കളും ഒരേ സ്വരത്തിലൂടെ പറഞ്ഞ വാക്കുണ്ടല്ലോ, ഹസ്ബുനല്ലാഹ്. ഇനിയോ ആ യുദ്ധത്തിന്റെ തലേരാത്രിയുടെ പ്രത്യേകത എന്താ? അള്ളാന്റെ ഖുർആൻ തന്നെ പറഞ്ഞില്ലയോ, ഇത് നിർഭയത്വത്തോടുകൂടെ സകലമാന സഹാബാക്കളെയും അള്ളാഹു ഉറക്കി കിടത്തുമ്പോ ബദറിന്റെ രണഭൂമിയിൽ ഉറങ്ങാത്തൊരു നായകനുണ്ട്. ആരാ? ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. നിരന്തരമായ തേട്ടമാണ് പടച്ചവനോട്. എന്തിനേറെ ശത്രുസേനയെ കണ്ടുമുട്ടുന്ന ഘട്ടങ്ങളിലൂടെ കറ്റത്തിന്റെ വെള്ളകീറുമാറിരു കരങ്ങളും ആകാശഗോപുരങ്ങളിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കരങ്ങിക്കരഞ്ഞ കണ്ണുമായി അല്ലാഹുവിന്റെ റസൂല് തേടിയില്ലേ, അല്ലാഹുമ്മയും തൗലക ഹാദിഹിൽ ഉസാബ്. അല്ലാഹുവേ, ഈ ചെറുസംഘത്തെ എങ്ങാനും നീ നശിപ്പിക്കുകയാണെങ്കിലല്ല, ഞങ്ങളുടെ ഭാര്യമാര് വിധവകളായി പോകുമോ എന്ന പേടി കൊണ്ടല്ല, ഞങ്ങളുടെ മക്കൾ അനാഥരായി പോകുമോ എന്ന പേടി കൊണ്ടല്ല, ഞങ്ങളുടെ കുടിലുകൾ അന്യായമായി പോകുമോ എന്ന ഭയം കൊണ്ടല്ല, മറിച്ചല്ല നിന്നെ മാത്രം ആരാധിക്കാൻ റബ്ബേ ആരുമാരും ബാക്കിയുണ്ടാവില്ലല്ലോ അല്ലാഹ്. ഇവരാണ് ബദരീങ്ങളുടെ അധ്വാനമെങ്കില് ആ ബദറിന്റെ രണഭൂമിയില് തൊണ്ട യുദ്ധത്തിലൂടെ ആദ്യമായി ഷഹീദായത് ആരാണെന്നറിയോ? കയ്യറ്റുപോയ കാലറ്റുപോയ ഉബൈദത്തില്ലേ, യുവാവായ ശത്രുവിനോട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന ഘട്ടങ്ങളിലോട് അവിടെ ഇതാ പ്രായാധിക്യം കൊണ്ട് കടന്നു വന്ന ഉബൈദ റളിയല്ലാഹു അൻഹു കനങ്കാലിന് വിട്ടുകൊണ്ട് താഴെ വീഴുകയാ. നിലത്ത് കിടക്കുന്ന ഉബൈദത്തിന് നേരെ വീണ്ടും ശത്രുവാള് കൊണ്ട് ആഞ്ഞു വെട്ടുന്ന ഘട്ടങ്ങളിലോട് അത് തടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ കൈക്ക് വെട്ടേറ്റുകൊണ്ട് ബദറിന്റെ രണഭൂമി ഉബൈദയുടെ രക്തത്താൽ ചുവന്നു പോകുമ്പോ നിലത്ത് തറന്നു കിടക്കുന്ന ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ സഹാബാക്കൾ താങ്ങിയെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മടിത്തട്ടിലൂടെ കൊണ്ടുപോയി കിടത്തുമ്പോ അവിടെ കിടന്നുകൊണ്ട് ഉബൈദ റളിയല്ലാഹു അൻഹു ചോദിച്ചില്ലേ, നബിയേ ചോഗന്തേനോബൈദത്ത് എടുത്തത് അമ്മ ചോരും ദേവരും വഴി കെടോകൈതമ്മ നികരറ്റവർ യാസീൻ ഹബീബുള്ളാന്റെ നേശാതീനോ മുമ്പ് കിടത്തിക്കൊണ്ട് അവിടുന്ന് ഉബൈദ റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ എന്റെ കാല് വീണ് പോയി റസൂല്, എന്റെ കൈ വീണ് പോയി ഹബീബ്, ഇവിടെ കിടന്നുകൊണ്ട് ഞാൻ മരിച്ച അങ്ങ് ബദർ ശുഹദാക്കളിൽ പെടുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ഉബൈദ നീ എവിടെ കിടന്ന് മരിച്ചാലും ഷഹീദാണെന്ന് പറയുമ്പോ എന്തിനാ ശുഹദാക്കൾ അവരുടെ കൈയും കാലും റബ്ബിന്റെ മാർഗത്തിലൂടെ കൊടുത്തത്? എന്തിനാ അവരുടെ ജീവൻ പോലും റബ്ബിന്റെ മാർഗത്തിലൂടെ അർപ്പിച്ചത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ യാതൊരു ആരാധനമില്ല എന്ന ആദർശത്തിന് വേണ്ടിയിട്ടാണെങ്കിലോ ആ ബദരീങ്ങളുടെ ആദർശങ്ങളിലൂടെ ഉറച്ചു നിന്നോ, ആ ഈമാൻ കൃത്യമായി സ്വീകരിച്ചോ. അതല്ലാതെ ബദരീങ്ങളുടെ പാതയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് അവരോട് തേടുന്ന സമീപനം നിന്റെ ജീവിതത്തിലൂടെ വന്നോ? നിന്റെ നോമ്പെന്നല്ല, നിന്റെ ഖിയാമെന്നല്ല, എന്തൊക്കെ അമലുകൾ റമദാനിലൂടെ നീ പ്രവർത്തിച്ചിട്ടുണ്ടോ അത് മുഴുവനും അല്ലാഹ്ക്ക് വേണ്ട, അത് മുഴുവനും അല്ലാഹ്ക്ക് വേണ്ട.
കാരണം എന്താണെന്നറിയോ? മനുഷ്യരെന്നല്ല, പ്രവാചകന്മാരെന്നല്ല, ഉലുൽ അസ്മിന്റെ പ്രവാചക ചക്രവർത്തി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ല നബിയേ, ലൈൻ അശ്റക്ത ലയഹബതന്ന അമലുക. നബിയേ, താങ്കളാണ് ശിർക്ക് ചെയ്യുന്നതെങ്കിൽ അങ്ങയുടെ സകലമായ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകുമെന്നല്ല, അത് പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യുമെന്ന. അങ്ങ് ബദറിന്റെ രണഭൂമിയിലൂടെ ത്യാഗം സഹിച്ചിട്ടുണ്ടെങ്കിലോ, ഉഹദിന്റെ രണഭൂമിയിൽ അങ്ങയുടെ മുൻപല്ല് പൊട്ടിയിട്ടുണ്ടെങ്കിലോ, അതുപോലെ തന്നെ അബൂ ആമിറിന്റെ ചതിക്കുടിയിൽ വീണ് കാലിന് പരുക്ക് പറ്റിയിട്ടുണ്ടെങ്കിലോ ഒന്നും അല്ലാഹുവിന് സ്വീകാര്യമല്ല. അങ്ങയുടെ സകലമായ കർമ്മങ്ങളും പൊളിഞ്ഞു പോകുമെന്ന് പറയുമ്പോ ഇത് റസൂലുള്ളാഹിനോട് പറഞ്ഞ റസൂൽ ശിർക്ക് ചെയ്തിട്ടല്ല, മറിച്ച് റസൂലുള്ളാഹിയാണെങ്കിൽ പോലും രക്ഷപ്പെടൂല എന്ന് പറഞ്ഞ പിന്നെ സാധാരണക്കാരന്റെ കാര്യം പറയാണ്ടോ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി ബദരീങ്ങൾ ആരോടാ തേടി? തസ്തഈസുന റബ്ബഹും, അവർ തങ്ങളുടെ റബ്ബിനോട് തേടിയപ്പോൾ 8-9 വചനത്തിൽ പറഞ്ഞു, എങ്കിൽ അവർ തേടിയ പടച്ചവനോട് നമ്മളും തേടാം, അല്ലേ? ആദർശത്തെ മുറുകെ പിടിക്കുക. ഇതൊക്കെ മതത്തിൽ വ്യവസായവൽക്കരിക്കാനും കച്ചവടവൽക്കരിക്കാനും കൊണ്ടുവന്നിട്ടുള്ള പുതിയ പുതിയ പല ആചാരങ്ങളാണ്. അതല്ലാതെ ഇസ്ലാമിൽ ഇപ്പോൾ റസൂലുള്ളാഹിന്റെ കാലത്ത് എത്ര റമദാൻ, ബദർ നടന്നതിന് ശേഷം പല റമദാനും കടന്നു പോയില്ലേ? ഒരു ബദരീങ്കല്ലാണ്ട് റസൂൽ നടത്തിയോ? അല്ലെങ്കിൽ ഒരു ഈത്തപ്പഴം എടുത്തിട്ട് ഇങ്ങനെ 313 റുപ്യ കച്ചവടം ചെയ്തോ? ഉണ്ടോ? നമ്മൾ ആലോചിച്ചൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു കച്ചവടം നടക്കാൻ ഇപ്പൊ കോഴിമുട്ട കൊണ്ടുവരാ 5, 10, 100, 150, 200, 250. സാസിന്റെ മൂലക്കൊന്ന് ഒരാൾ 313 വിളിച്ച ഉടനെ ഉസ്താദ് വേദിന്ന് ഇലാഹി സല്ലിമിലുമ്മ മിനൽ ആഫാതി വന്നിഖമാ വമിൻ ഹമ്മി വമിൻ ഉമ്മ ബിഅഹ്ലിൽ ബദീരി യാ അല്ലാഹ്. ബദരീങ്ങളുടെ നമ്പറാണ് കേട്ടോ ഇത്. വിളിച്ചെടുത്ത സഹോദരന് നീ ശിഫ നൽകണേ അല്ലാഹ്. ഈ പാവപ്പെട്ട സാധുവിനെ 313 കൊടുക്കി. 313 ബദരീങ്ങളുടെ നമ്പറാന്ന് പറഞ്ഞ് കോഴിമുട്ട വാങ്ങിക്കൊണ്ടേ നമ്മൾ ചോദിച്ചപ്പോ റസൂലുള്ളാഹിനെ വിട്ടോ? 313 പ്ലസ് അമീറായ റസൂലുല്ലേ ഇല്ലേ? ആ 313 റുപ്യക്ക് അവന് കിട്ടിയത് എത്ര കോഴിമുട്ടയാ? ഒരെണ്ണം. വീട്ടിലോ 5-6 ആൾക്കാരും. അപ്പൊ കടയിൽ നിന്ന് ഒരു 5-6 കൂടെ വാങ്ങി ബറക്കത്ത് ചോരാതെ മിക്സ് ചെയ്തിട്ട് എല്ലാവർക്കും ഓഹരി വെക്കുമ്പോ പാവപ്പെട്ടവന്റെ ആശയങ്ങളെ കീശയിലിട്ട് ചൂഷണം ചെയ്യുന്ന ഈ പൗരോഹിത്യത്തിന്റെ ചതിക്കുഴികളെ കണ്ടില്ല എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? ഇതാണ് പ്രശ്നം, അല്ലേ? ഇപ്പോ എന്റെ നാട്ടില് ഒരു സിക്കന്ദർ ബാദുഷാ സഖാഫി, അദ്ദേഹം പിന്നെ റമദാനിൽ 3 ദിവസത്തെ വാൽ നടക്കുക. അപ്പൊ അദ്ദേഹം ലേലം ചെയ്യുമ്പോ പറഞ്ഞു, ഒരു പിന്നെ ബേസ് നിറയെ കോഴിമുട്ട അടക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറയാ, റമദാനല്ലേ, സമയം വളരെ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് പിന്നെ ഓരോന്ന് ലേലം ചെയ്യാൻ വയ്യ, സദസ്സിലിരിക്കുന്ന ആളുകൾക്കൊക്കെ ഓരോന്ന് കൊടുക്കുക. അപ്പൊ സംഘാടകർക്ക് സന്തോഷമായി, കാരണം എല്ലാം പോകുമല്ലോ. ഇഷ്ടംപോലെ ആളുകളും ഇതൊക്കെ ട്രയൽ കൊണ്ടുവന്ന കോഴിമുട്ടൊക്കെ ആളുകളെ കൈ കൊടുത്തിട്ട്, നിങ്ങൾ ആലോചിക്കണം, അതിൽ കൂലിപ്പണിക്കാരുണ്ട്, കർഷകനുണ്ട്, എല്ലാവിധ തൊഴിലാളികളുണ്ട്, ചുമടെടുക്കുന്നവരുണ്ട്, എല്ലാവരും ഉണ്ട്. എന്നിട്ട് ഉസ്താദ് പറയാ, വിശുദ്ധ റമദാനൊക്കെ അല്ലേ, ബദരീങ്ങളുടെ നമ്പർ തന്നെ ആയിക്കോട്ടെ 313 രൂപ. അത് പിടിച്ചവന്റെ മനസ്സപ്പ പൊട്ടി. കാരണം എന്നാലോചിച്ചൊക്കെ ഈ നിലക്ക് പാവപ്പെട്ടവന്മാർ ചൂഷണം ചെയ്യുക. പറമ്പിൽ നിന്ന് 2 പേരൊക്കെ പൊട്ടിച്ചു കൊണ്ടുവന്നിട്ട് അത് ലേലം ചെയ്യുക. 6666 ഖുർആന്റെ ആയത്താവുന്നുണ്ട്. ഖുർആനിൽ അത്ര ആയത്ത് പോലും ഇല്ല, അതുപോലെ അറിഞ്ഞൂടാ എന്നുള്ളൊരു വസ്തുത വേറെയും. അപ്പൊ നിങ്ങൾ ആലോചിച്ചൊക്കെ ഈ നിലയ്ക്കുള്ള കച്ചവടം നടക്കുക. അപ്പൊ ഇതിൽ നിന്നൊക്കെ എതിരായിട്ട് കൃത്യമായി തൗഹീദിന്റെ മാർഗത്തിൽ ആ ബദരീങ്ങൾ ഏതൊരു ആദർശത്തിന് വേണ്ടി നിലകൊണ്ടോ അവിടെയാണ് നമ്മുടെ പോയിന്റ്. അവരെങ്ങനെ ത്യാഗം സഹിച്ചോ നമ്മളൊന്നും അതിന്റെ അംശം പോലും സഹിക്കേണ്ടി വന്നിട്ടില്ല എങ്കിൽ ആ ബദരീങ്ങളുടെ പാതയിലേക്കാണ് നമ്മളും ഇറങ്ങിത്തിരിക്കേണ്ടത്. അതല്ലാതെ അനാചാരങ്ങളുടെ മേഖലകളിലേക്ക് ഒരിക്കലും നമ്മൾ പോകാതിരിക്കുക. ഇത് വളരെയധികം ശ്രദ്ധിക്കുക. നമ്മുടെ അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടിയുള്ള തേട്ടവും. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, റമദാനിലൊക്കെ നമ്മൾ നല്ലപോലെ ജീവിക്കും. റമദാൻ കഴിഞ്ഞാലോ അല്ലെ, നമ്മുടെ സാധാരണ നാടൻ ഭാഷയിൽ ഒരു ചെല്ലുണ്ട്, സാധാരണ നമ്മുടെ നാടൻ ഭാഷയിലോ ചെല്ലുണ്ട്, 1 മാസം തൊപ്പി, അത് കഴിഞ്ഞാൽ കുപ്പിയും, അല്ലേ? 1 മാസം നല്ല ഭക്തിയോടൊക്കെ നടക്കും. ആ 1 മാസം കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ പഴയ കോലത്തിലേക്ക് മടങ്ങുക. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ കേബിൾ കണക്ഷൻ ഉണ്ടാവും, അല്ലേ? ഈ ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ പലരും പറയും ഇനി 1 മാസം കേബിൾ വേണ്ടട്ടോ, അല്ലേ? ഇത് പറയുമ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഇത് പറഞ്ഞപ്പോൾ അവിടെ ഒരു സഹോദരനോട് പറഞ്ഞു, ഉസ്താദ് ഈ റമദാനിൽ കേബിൾ കട്ട് ചെയ്യൂല, കാരണം വേൾഡ് കപ്പ് നടക്കണം. അപ്പോൾ അങ്ങനെ പറയുന്ന ആളുകളും നമുക്കിടയിലുണ്ട്. എന്തായാലും വേൾഡ് കപ്പ് കണ്ടിട്ട് അമല് ബാത്തിലാക്കേണ്ട, അത് പ്രത്യേകം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുക. കാരണം റമദാൻ വേൾഡ് കപ്പ് കാണാനല്ല, നമുക്ക് ഇബാദത്ത് ചെയ്യാനാണ്. അപ്പം അത് നമ്മൾ വളരെയധികം സമയം ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഞാൻ പറഞ്ഞത്, റമദാൻ നമ്മൾ 1 മാസം കേബിൾ കട്ട് ചെയ്യും, റമദാൻ കഴിഞ്ഞാൽ പിന്നെ എടുത്ത് കുത്തും. അതിൻ്റെ അർത്ഥം എന്താ?
പഴമയിലേക്ക് നമ്മൾ മടങ്ങി വരാ. എന്തേ റമദാനിൽ ഹറാമും റമദാൻ കഴിഞ്ഞ ഹലാലും അങ്ങനെ ഒരു വീഡിയോ പ്രദർശനം ഉണ്ടോ? അങ്ങനെ ഒരു അശ്ലീലം കാണാനുണ്ടോ? ഇല്ല. റമദാനിൽ ഹറാമാണെങ്കിൽ അത് കഴിഞ്ഞാലും നമുക്കത് ഹറാം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങളിലൊക്കെ ഒരിക്കലും തിരിച്ചു വരാതിരിക്കാൻ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, വലാ തകൂനൂ കല്ലതീ നകലതു അസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസാ. ദൃഢമായി നൂല് നോട്ടതിന് ശേഷം അതിന്റെ ഓരോ ഇഴകളെയും വേർതിരിച്ചു കളഞ്ഞ ഒരു വിഡ്ഢിയായ സ്ത്രീയെ പോലെ നിങ്ങളും ആകല്ലേ. ഒരു വിഡ്ഢിയായ സ്ത്രീയെ പോലെ നിങ്ങളാകല്ലേ. നൂലുകൾ കൊണ്ടുവന്ന് ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ട് അത് നെയ്തെടുത്തുകൊണ്ട് അതിനെ വസ്ത്രമാക്കി മാറ്റുമ്പോ അവസാനം അതിന്റെ ഇടയിൽ നിന്ന് ആ നൂലുകളെ വലിച്ചോറിയാലോ പഴയ പോലെ നൂലുകളായി മാറിയില്ലയോ? അതുപോലെ നിങ്ങളാകല്ലേ. റമദാനിന്റെ ദിനരാത്രങ്ങൾ ഇതാ ഇബാദത്തുകളെ കൊണ്ട് സജ്ജമാകുമ്പോ, അമലുകളെ കൊണ്ട് സജ്ജമാകുമ്പോ റമദാന് കഴിയുന്നതോടുകൂടെ എല്ലാം തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകല്ലേ. കാരണം പണ്ട് കാലത്തൊക്കെ ഈ TV സംവിധാനമൊന്നും അധികമില്ലാത്ത കാലഘട്ടത്തിൽ നമ്മുടെ മക്കളൊക്കെ അടുത്ത വീട്ടിലേക്ക് സിനിമ കാണാനോടും. അപ്പൊ സ്വാഭാവികമായി തിരിച്ചു വന്ന വാപ്പാന്റെ കയ്യിൽ നിന്ന് അടിയും കൊള്ളും. അങ്ങനെയുള്ള ഒരുപാട് കുടുംബങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ എല്ലാ വാപ്പാരും അടി കൊടുക്കാതെ ലൈസൻസ് കൊടുക്കുന്ന ദിവസമാണ് പെരുന്നാളിനെന്ന്, അല്ലേ? മോനക്ക് വേണമെങ്കിൽ 20 രൂപ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ, പെരുന്നാളിന് മാത്രമേ പാടുള്ളൂ, പിറ്റത്തെ ദിവസം ഹറാമാൻ, അടി കിട്ടും. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഇങ്ങനെ ഓഹരി വെക്കുന്ന, അതായത് അന്ന് അനുവദിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥ ഇല്ല. എന്തിനാ പിന്നെ ഈ ദിവസങ്ങളൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തിയത്, അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് വരാനിരിക്കുന്ന ഒരു ജീവിതമുണ്ട് ഇൻഷാ അല്ലാഹ്. അതുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു ജീവിതം നമുക്ക് മുമ്പിൽ വരാനുണ്ട്. ഈ ജീവിതം ഒന്നല്ലല്ലോ, ഏതൊരു നിമിഷവും ഇവിടെ നിന്ന് വിട പറഞ്ഞേക്കാം. ഇവിടെ നമ്മുടെ കാലുകൊണ്ട് ഇങ്ങോട്ട് നടന്നു കയറിയപ്പോ തിരിച്ചതേ കാലുകൊണ്ട് നടന്നു പോകാൻ സാധിക്കുമോ? മറ്റുള്ളവന്റെ ചുമലിലേറി പോകേണ്ടി വരുമോ? നമുക്കത് പറയാൻ സാധ്യമല്ല. ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ ബട്ടൺ ഉണ്ടല്ലോ, നമ്മുടെ കൈക്കൊണ്ടാണ് നമ്മൾ ധരിച്ചതെങ്കിൽ തിരിച്ചതേ കൈകൊണ്ട് ദൂരാൻ സാധിക്കുമോ? നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കുന്നവന്റെ കൈ കൊണ്ടഴിക്കുമോ? ഒരിക്കലും നമുക്ക് പറയാൻ സാധ്യമല്ല. നാളെയും ഇതുപോലൊരു സമയം കടന്നു വരുമ്പോ ജീവനോടുകൂടെ ബാക്കിയുണ്ടാമോ? അതോ ഖബർസ്ഥാനിലെ ആരുടെ മണ്ണിലാണോ? പറയാൻ സാധ്യമില്ലല്ലോ. ഒരു പച്ചക്കറി കടയിൽ നിന്ന് തക്കാളി വാങ്ങുമ്പോ, അല്ലേ, ആ കച്ചവടക്കാരനോട് നമ്മൾ ചോദിക്കും, ആ തക്കാളി പെട്ടെന്ന് ചീഞ്ഞു പോവോ? അദ്ദേഹം പറയും, ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അതിനൊരു കേടുപാട് സംഭവിക്കില്ല. എങ്കിൽ ആ തക്കാളിയുടെ ഗ്യാരണ്ടി പറയാൻ നമ്മുടെ ആയുസ്സിന് സാധിക്കുമോ? 1 മണിക്കൂറിന്റെ ഗ്യാരണ്ടി ഇല്ലല്ലോ. അത്രയും നിസ്സാരമായി പോയില്ലേ? നമ്മുടെ മക്കൾ നാളെ യത്തീമകളായി മാറോ? ഭാര്യമാര് വിധവകളായി മാറോ? മഹാവിധവകളായി മാറോ? പറയാൻ സാധ്യമില്ലല്ലോ. മൈനറിയ തീമായി കൺതടം ഒലിച്ചില്ലേ, മണവാട്ടിയെയും വിട്ടതത്ഭുതമല്ലേ, തിരുമുമ്പിലെന്നും പുഞ്ചിരിച്ചവളല്ലേ, വാവിട്ടു നിലവിളിക്കുന്നതത്ഭുതമല്ലേ. ഇന്നിന്റെ മക്കൾ നാളെ അനാഥരായി മാറുമ്പോ, ഇന്ന് വീട്ടിലേക്ക് കടന്നു വരുമ്പോ പുഞ്ചിരിയോടുകൂടെ സ്വീകരിക്കുന്ന ഭാര്യ നാളാതെ മയ്യത്തിന്റെ അരികിൽ നിന്ന് പൊട്ടിക്കരയുമ്പോ, ഇന്ന് ജനാസക്ക് വേണ്ടി അന്ത്യചുംബനം കൊടുക്കുന്ന ഭാര്യയാണെങ്കിലോ നാളെ ഇവന്റെ മരണത്തോടുകൂടെ മറ്റൊരുത്തന്റെ മണിയറയിലെ മണവാട്ടിയായി മാറുമ്പോ അത് ലോകത്ത് നടക്കാനിരിക്കുന്ന യാഥാർത്ഥ്യമാണെന്ന് പഠിപ്പിച്ചു തരുമ്പോ ഈ ജീവിതം വളരെ നിസ്സാരമാ. പോകണ്ടേ ഒരു യാത്രയില്ലേ? മരണത്തിന്റെ സഹിക്കാനാവാത്ത വേദന സഹിച്ചുകൊണ്ട് പോയി കിടക്കുന്ന കബറുണ്ടല്ലോ, ആരാരുമില്ലാതെ ഒറ്റക്ക് കഴിയേണ്ടി വരുന്ന കബറിലോട് ആ കബറിന്റെ ഭയാനകത അനുഭവിക്കുമ്പോ അവിടെ സമാധാനം വേണോ? റൂഹ് പിടിക്കുന്ന നേരത്തെ റബ്ബിലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, ഒരൽപ്പ സമയം കൂടെ ഞങ്ങൾക്കൊന്ന് തരുമോ? എന്നാ സമയത്ത് വിലപിച്ചിട്ട് കാര്യമില്ല. അല്ലാഹു തന്ന ഈ ഒരു സമയമുണ്ടല്ലോ, അതിനു വേണ്ടി വിനിയോഗിച്ചോ. എന്റെ പ്രിയമുള്ളവരെ, ആ കബറിൽ കിടക്കാൻ മറ്റാരുമില്ലല്ലോ. ഒറ്റക്കായി കഴിയേണ്ടി വരുന്ന കബറാണെങ്കിലോ അവിടെ നിന്ന് അങ്ങോട്ട് കടന്നു വരുന്ന പരലോകമുണ്ടല്ലോ. നന്ദ പ്രസവിച്ച ഉമ്മാക്ക് മക്കളെ വേണ്ടാന്ന് തോന്നുന്ന, മക്കൾക്ക് മാതാപിതാക്കളെ വേണ്ടാത്ത കൂട്ടുകുടുംബാദികളോ ബന്ധുമിത്രാദികളോ ഒറ്റവരോടെയവര് തിരിച്ചറിയപ്പെടാത്ത നാളുണ്ടെങ്കിലോ അന്നല്ലാഹു പരിപൂർണമായി വിചാരണ ചെയ്യുമ്പോ ഈ ലോകത്ത് നീ ചെയ്യുന്ന പ്രവർത്തനമുണ്ടല്ലോ, ആരിവിടാണ് തൂക്കം നന്മ ചെയ്തു പോയോ?
നിലത്ത് വീഴുന്ന പഞ്ചസാരത്തിരി എടുക്കാൻ വരുന്ന ഉറുമ്പുങ്ങോട്ടത്തിലെ നിസ്സാരമായ ഉറുമ്പിന്റെ ചെറിയ കാലിന്റെ തൂക്കം ആരിവിടെ നന്മ ചെയ്തു പോയോ? ശരീരദ്വാരങ്ങളിലൂടെ കടന്നു വരുന്ന പ്രകാശങ്ങളിലൂടെ പാറിക്കളിക്കുന്ന ധൂളങ്ങളിലോ നിസ്സാരമായൊരു ധൂളത്തിന്റെ കനമെങ്ങാനും ആരവിടെ നന്മ ചെയ്തോ തിന്മ ചെയ്തോ അള്ളാന്റെ കോടതിയിലൂടെ കൊണ്ടുവരുമ്പോ അന്ന് നേർക്കുനേരെ വിചാരണ സത്യമാണ്, അന്ന് മീസാനം സത്യമാണെന്ന് പറയുമ്പോ അന്നൊരാളെ നരകത്തിലേക്ക് ഇട്ടുപോയ അവസരമില്ലല്ലോ. പടച്ചവനോട് പറയില്ല നാദാ ഒന്ന് മടക്കി തരുമോ അല്ലാ, നല്ലതുപോലെ ജീവിച്ചു കൊള്ളാമെന്ന് പറയുമ്പോ അല്ലാഹു മടക്കി തരുകയില്ല. എന്റെ പ്രിയമുള്ളവര്, കഠോരമായ തീയുണ്ടല്ലോ കാലിന്റെ താഴെ തീക്കനൽ വെക്കുമ്പോ തലച്ചോറ് തലച്ചുമറിയുന്ന നരകമാണെങ്കിലോ 70 വർഷം സഞ്ചരിക്കാനുള്ള ദൂരമുണ്ടതിന്റെ ആഴത്തിനെന്ന് പറയുമ്പോ സൂര്യനും ചന്ദ്രനും നരകത്തിലിട്ടാൽ ചുറ്റിപ്പൊതിഞ്ഞ കാളകളെ പോലെ മാത്രമേ നിങ്ങൾക്ക് തോന്നൂ എന്ന് പറയുമ്പോ അതിന്റെ വിശാലതയുണ്ടല്ലോ. 70,000-ഓളം വരുന്ന ചങ്ങലകളിലായി 70,000-ഓളം വരുന്ന മലക്ക് വലിച്ചു കൊണ്ടുവരുമ്പോ ഒരു ചങ്ങലയിൽ 70,000-ഓളം മലക്കോ, അങ്ങനെ 70,000-ഓളം വരുന്ന ചങ്ങലകളിലായി ആ നരകത്തിനാളെ വലിച്ചു കൊണ്ടുവരുമ്പോ അതിലൊരു മലക്കിന്റെ വലിപ്പമെന്ന് പറയുന്നത് ആകാശഭൂമികളുടെ വലിപ്പമാണെങ്കിലോ ആ നരകത്തെ വലിച്ചു കൊണ്ടുവരുമ്പോൾ ഉള്ള ഭയാനകത എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, വഇദാ റഅതുഹും മിൻ മകാനിൻ ബഈദ്, ഒരുപാട് വിദൂരതയിൽ നിന്ന് ആ നരകത്തെ നിങ്ങൾ കണ്ടുപോയാ സമിഉ ലഹാ തഗയ്യുദൻ വസഫീറാ, ആ നരകത്തിന്റെ ഇരമ്പലും മട്ടാസവും നിങ്ങൾക്ക് കേൾക്കാം, അതിന്റെ അലർച്ചയും മട്ടാസവും നിങ്ങൾക്ക് കേൾക്കാമെന്ന് പറയുമ്പോ ആ ഭയാനകരമായ നരകം എന്റെ പ്രിയമുള്ളവര് മനുഷ്യന്റെ കൂടെ കല്ലിനെ കത്തിക്കുമ്പോ ഒരു പാത്രത്തിലുള്ള വെള്ളം തിളക്കണമെങ്കിലോ 100 ഡിഗ്രി ചൂട് മതിയെങ്കിലോ, സ്വർണമോ ഇരുമ്പോ ഒരു കോയ്യമോ ഒരുകണമെങ്കിലോ 300 മുതൽ 3000 വരെ ഡിഗ്രി ചൂട് മതിയെങ്കിലോ, സൂര്യന്റെ താപം 1000 ഇങ്ങ് വന്നാ ഈ ഭൂമിക്ക് മുകളിലുള്ള സർവ്വതമങ്ങ് ഒരുകുകയാ. പക്ഷേ കല്ല് മാത്രം ബാക്കിയാ. കല്ലുരുകണമെങ്കിൽ 7000 ഡിഗ്രിയോളം ചൂട് വേണമെന്നാ. അതുകൊണ്ടാണ് സ്വർണം പറയാതെ, ഇരുമ്പ് പറയാതെ, ഉരുക്ക് പറയാതെ അല്ലാഹു പറഞ്ഞില്ല മനുഷ്യരെ മനുഷ്യന്റെ കൂടെ കല്ലിനെയാണ് കത്തിക്കുക. ഇങ്ങനെ അള്ളാഹുവിന്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന ഒരുപാട് വിഷയം ഇൻഷാ അല്ലാഹ് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാ നമ്മൾ ശ്രമിക്കുക. ഏറ്റവും വലിയ സുവർണാവസരം വിശുദ്ധ റമദാൻ നമ്മുടെ മുന്നിൽ വന്നു കിട്ടിയിരിക്കുകയാണ്. പരമാവധി ഉപയോഗപ്പെടുത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ദിവസങ്ങളും നിമിഷങ്ങളൊന്നും നമ്മൾ പാഴാക്കരുത്. ഇനി ഈ സമയം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി ചായൻ്റെ ഇടയിൽ ക്ലാസ് നടക്കില്ല, ഒരു ക്ലാസ് മാത്രമേ നടക്കുള്ളൂ. ശ്രദ്ധ മുഴുവൻ ചായ ക്ലാസ് പോവും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പല കാര്യങ്ങളും നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ പഠിക്കാനും അറിയാനും റമദാനെ ഇബാദത്തിന് വേണ്ടി ചെലവഴിക്കാനും ആ റമദാനിൽ നമ്മൾ നേടിയെടുത്ത തഖ്വയോടെ അവിടെ നിന്ന് അങ്ങോട്ട് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ആഫിയത്തോടുകൂടെ റമദാനിന്റെ അമലുകളെ ചെയ്തു തീർക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹുവേ. കത്തിയാൾ നരകത്തിന്റെ വിറകുകളാക്കി ഞങ്ങൾ ആരെയും മാറ്റില്ല അല്ലാഹ്. നിന്റെ സ്വർഗീയ ആരാമത്തിൽ കുടുംബസമേതം ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്.